അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 5 ആയിരുന്നു. നമുക്ക് കുറച്ച് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല. മാം ബിസി ആയിരുന്നു, ഞാൻ ബിസി ആയിരുന്നു. ഞങ്ങൾക്ക് ഗൈനക്കോളജി ക്വാറൻറ്റൈൻ ആയിരുന്നു. അപ്പം ഞങ്ങൾ 3 ദിവസം ഹോസ്പിറ്റലായിരുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു സ്റ്റേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഗൈനക്കോളജി ക്വാറൻറ്റൈൻ. ഞാൻ 25 ഡെലിവറീസ് കണ്ടു. 2 സിസേറിയനും ബാക്കി നോർമൽ ഡെലിവറി. കുറേ ബേബീസ് ആ വാർഡിൽ ആരും വിസിറ്റേഴ്സ് ആരും അലൗഡ് അല്ല. അപ്പം അമ്മമാരും കുഞ്ഞുങ്ങളും മാത്രം, അമ്മമാരും കുഞ്ഞുങ്ങളും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും, അപ്പോൾ കൂടെ ഞങ്ങളും. അപ്പം നല്ല രസമായിരുന്നു. അപ്പോൾ ഒരു ഉണ്ണീൻ്റെ ഉണ്ണികളെ തന്നെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകില്ല. അപ്പോൾ അമ്മമാരെന്തായാലും തിയേറ്ററിൽ തന്നെയാവും, അവരുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിയുമ്പോൾ കുറച്ച് നേരം. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, നിക്കൂവിൽ പോയിട്ട് കൊച്ചുങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ അമ്മമാർക്ക് കൂടുതൽ കാണിച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ അമ്മമാരേനായിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര സെറ്റായി. ആദ്യം തന്നെ ആദ്യം ഞാൻ കണ്ടതൊരു സി സെക്ഷനായിരുന്നു. കൊച്ചിനെ കണ്ടതും കൊച്ച് കരഞ്ഞതിനൊപ്പം ഞാനും കരഞ്ഞു. അത്രയും അങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് തോന്നുന്നൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 25 ടൈപ്പ് ഇമോഷൻസ് ആയിരുന്നു. എല്ലാ അമ്മമാരും ഡിഫറെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് പ്രസവിക്കുന്ന അമ്മയല്ല, ആദ്യമായിട്ടുള്ള ഒരു ഡെലിവറി ഉള്ള അമ്മയുടെ പോലെയല്ലല്ലോ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഡെലിവറി ഉള്ള അമ്മ. അങ്ങനെയൊക്കെ എല്ലാതും ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ജർമ്മൻ ക്ലാസ് ഇപ്പം എന്തായെന്ന് വെച്ചാൽ വർത്താനം പറയണം, പ്രസൻറ്റേഷൻ, ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം 1 മിനിറ്റ്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. എൻ്റെ സെൻറ്റൻസൊക്കെ സിമ്പിൾ സെൻറ്റൻസാണ്, A1 ലെവൽ സെൻറ്റൻസാണ്, A2 ലെവൽ സെൻറ്റൻസ് ആയിട്ടില്ല. പക്ഷേ A2ൻ്റെ 5th ക്ലാസ് ആയിട്ടുള്ളൂ, എന്നാലും കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവാണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതായിട്ട് മൊത്തത്തിൽ ഭയങ്കര ബിസി ആയിപ്പോയി. ഒന്നിനും സമയമില്ല. പരീക്ഷയുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ മൊഡ്യൂൾ എക്സാംസ് നടക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് ഫൈനൽ ഇയർ ആയതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ജർമ്മനും ഒക്കെ കൂടിയായിട്ട് മൊത്തത്തിലൊരു ഇതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ സെറ്റാവും. ഈ ലൈഫ് കുറച്ച് ദിവസം കൂടി പോയാൽ ഇങ്ങനെ സെറ്റായിക്കോളും. അപ്പോൾ ശരി, ടാറ്റാ.